ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ്, സിമീസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഞങ്ങളുടെ വീട്ടിലെ ആമ്പൽക്കുളമാണിത്. ഇതൊന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ചുറ്റും മരങ്ങളായത് കാരണം എപ്പോഴും ഇലകളാണ്. അത് കാരണം കൂടെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ കുറച്ച് മീനുകളും ആമ്പലും നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഉണക്ക് സമയമായത് കാരണം എല്ലാം മീനുകളെല്ലാം ഓരോന്നോരോന്നായി ചത്തുപോയി. എന്താണെന്ന് അറിയത്തില്ല. ആമ്പലിന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. നിറയെ പൂക്കൾ ദിവസവും ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ ഇത് കുറഞ്ഞത്, പൂക്കളെല്ലാം കുറഞ്ഞത്. ചെറിയൊരു പായൽ ചെടിയും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം അതെല്ലാം ഒന്നിടാം. കുറച്ച് നാൾ മുമ്പ് വരെ ഇതിൽ ഗപ്പിയായിരുന്നു ഉണ്ടായിരുന്നത്. സാരി ഗപ്പിയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. മാത്രമല്ല തവളയുടെ ശല്യം ഉണ്ടായിരുന്നു. ഇതിൽ തവള എന്ന് രാത്രിയാകുമ്പോൾ തവളകൾ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഇതിൽ ചെറിയ മീനുകളുള്ളത് തന്നെയെല്ലാം തവള പിടിച്ച് തിന്നതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കാണുന്ന ചെടിയൊക്കെ കുളത്തിന് ചുറ്റും നട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. പിന്നെ കുളം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിപ്പം കുളം വൃത്തിയാക്കിയതിന് ശേഷം 1 മാസം കഴിഞ്ഞെടുത്ത വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് കാർപ്പും മറ്റ് മീനുകളൊക്കെ മേടിച്ച് ഇട്ടിട്ടുണ്ട്. കുറച്ച് മീനുകളുടെ പേരൊന്നും എനിക്കറിയത്തില്ല. കുറച്ച് മീനുകൾ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വാങ്ങിയതിന് ശേഷം അതിലുള്ള ഗപ്പികളൊന്നും കാണാനില്ല. അതിനെ മിക്കവാറും ഇത് കഴിച്ചതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. മീനുകൾക്ക് 3 നേരം ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കാറുണ്ട്. അധികം ഫിഷ് ഫുഡ് അധികമായാലും മീനുകൾ ചത്തുപോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിലങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ 2 നേരമാക്കി കുറച്ചിട്ടുണ്ട്. സ്ഥിരം ഫിഷ് ഫുഡ് ഇങ്ങനെ ഇടുന്നത് കാരണം ടിന്ന് കൊണ്ട് ടാങ്കിൽ തട്ടുമ്പോൾ തന്നെയെല്ലാം മീനുകളെല്ലാം ഓടി വരുന്നതാണ്. നമ്മുടെ കയ്യിലൊക്കെ വന്ന് കൊത്താറുണ്ട്. പേടിയൊക്കെ 1 മാസം കൊണ്ട്, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പേടിയെല്ലാം മാറി. അവർ നമ്മളുമായിട്ട് അടുക്കും. പിന്നെ ആമ്പലും വലുതായിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് 1 മാസത്തിനകം തന്നെ ആമ്പൽ പൂവിട്ട്. മുൻപും പൂവുണ്ടായിരുന്നു. പിന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം 1 മാസം, ഒരു 10-20 ദിവസത്തിൽ കൂടുതലായപ്പോൾ പൂവ് ശരിക്കും നിറയെ ദിവസവും പൂക്കാറുണ്ടായിരുന്നു. ഇത് ചുറ്റും മരങ്ങൾ കാരണമാണ് ഈ ഇലകൾ വീഴുന്നത് കാരണം ഇത് ക്ലീൻ ചെയ്യാനാണ് പാട്. പിന്നെ ഇത് ഇലകൾ വീണ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ മരത്തിലുള്ള കായും പൂക്കളും വീണ് മീനുകൾക്ക് ഫംഗസും മറ്റും അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിൽ വീഴുന്ന ഇലകളും പൂക്കളും മറ്റുമൊക്കെ പറക്കി കളയാറുണ്ട്. ഇതിൽ നമ്മൾ ഒരുപാട് ഗപ്പികളെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. നല്ല കളറിലുള്ള ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് മോളി അങ്ങനെയുള്ള കുറച്ച് മീനുകളുടെ ഉണ്ടായിരുന്നു. ഈ കാർപ്പിനെ വാങ്ങിയിട്ടതിന് ശേഷം ഒന്നുപോലും ഇല്ല. എല്ലാം ഈ കാർപ്പ് കഴിച്ചതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഇതിൽ ഒരുപാട് തവളയും വന്ന് ദിവസവും വരാറുണ്ടായിരുന്നു. ഇനി തവള കഴിക്കുമെന്ന് അറിയത്തില്ല. തവള ഉള്ളപ്പോഴും മീനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കാർപ്പ് വന്നതിന് ശേഷമാണ് മീനുകളൊന്നും ഇല്ലാതായത്. അപ്പോൾ അങ്ങനെയാണ് കാർപ്പ് കഴിച്ചതായിരിക്കുമെന്ന് വിചാരിച്ചത്. മാത്രമല്ല ടാങ്ക് വൃത്തിയാക്കിയതിന് ശേഷം ആമ്പലും മറ്റ് പായൽ ചെടിയും ഒന്നുകൂടി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ദിവസവും പൂക്കളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
താങ്ക് യു.